ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു നല്ലൊരു വാനില സ്പഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്പഞ്ച് ഉപയോഗിച്ചാണ് ഞാനൊരു ബാർബി കേക്ക് മോക്ക് ബർത്ത്ഡേക്ക് ഇതിലത്തെ 2 സ്പഞ്ച് കേക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്കൊരു ബട്ടർ പേപ്പറാണ്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സാധാ വരയില്ലാത്ത പേപ്പറുണ്ടല്ലോ, പേപ്പറിൽ സൺഫ്ലവർ തേച്ച് ഒന്ന് വെയിലത്തിട്ട് ചൂടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ബട്ടർ പേപ്പർ റെഡിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് മുട്ടയുടെ എഗ്ഗും വൈറ്റും മാറ്റുകയാണ്. ഒരു പാത്രത്തിലോട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ 3 മുട്ടയുടെ വൈറ്റും ഒരു പാത്രത്തിൽ 3 മുട്ടയുടെ യെല്ലോയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ 3 മുട്ടയുടെ മഞ്ഞയ്ക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 സ്പൂൺ സോഡാപ്പൊടിയും നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവറും 1/4 കപ്പ് പാലും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് മുട്ടയുടെ വെള്ളം നല്ലതുപോലെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് വാനില എസൻസും ഷുഗർ പൊടിച്ചത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഷുഗർ പൊടിച്ചത് കുറേശ്ശെ 3-4 പ്രാവശ്യമായിട്ട് ഈ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് ഇത് ക്രീം, നല്ല കട്ടിയായ വെള്ള ക്രീം പോലെ ആവും. ഈ കൂട്ടിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയുടെ പിക്സ് ഇതിലോട്ട് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് ബീറ്റ് ചെയ്യരുത്, കാരണം നമ്മൾ നേരത്തെ മുട്ടയുടെ വെള്ളം നല്ലതുപോലെ ക്രീമി കണക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യുമ്പോൾ അത് ലൂസായി. ഇതിലേക്ക് 1 കപ്പ് മൈദമാവ് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അത് 3-4 പ്രാവശ്യമായിട്ട് ദാണ്ട ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സ്പീഡിൽ, ഇത് ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടിരിക്കുകയാണ്. സാവധാനം ആ ബാറ്റർ നല്ലതുപോലെ സാവധാനം മൈദയിലോട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ നേരെ വര പോലെ അങ്ങനെ സാവധാനം മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. നല്ല വെളുവിളായിരിക്കും. നമ്മൾ കേക്ക് ബേക്ക് ചെയ്താലും ഒരു മഞ്ഞയൊന്നും തോന്നത്തില്ല, നല്ല വെളുത്ത കേക്കായിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ഈ മിക്സ് ഒഴിച്ച് ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്യുക. കാരണം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പിനകത്താണ് ഇത് ആക്കുന്നത്. ഞാൻ ഒരുപാട് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഓവൻ സെറ്റൊന്നും ഇല്ല. ഞാൻ ഈ ഇഡ്ഡലി പാത്രത്തിലാണ് ഒരുപാട് കേക്കുകൾ ബേക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിമിൽ ഇടണം. അത് കഴിഞ്ഞ് കേക്കിൻ്റെ ബാറ്റർ വച്ചതിന് ശേഷം സിമ്മിലാണ് വയ്ക്കുക. ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് 45 മിനിറ്റ്, അതായത് 3/4 മണിക്കൂറിനകത്ത് ഈ കേക്ക് റെഡിയാവും. എന്താ നമുക്ക് മേലെ പൊങ്ങിയിട്ട് തന്നിട്ടോ ഒന്നുമില്ല. ഇത് ഞാൻ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ആദ്യം ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കേക്കിൻ്റെ 2 കേക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഇത് മോക്കൊരു ബാർബി കേക്ക് ഉണ്ടാക്കി കൊടുത്തത്. താങ്ക് യു.